കേരയിൽ വിരുദ്ധ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 വർഷം തികയുകയാണ്. കോഴിക്കോട് കാട്ടിൽപ്പീടികയിൽ നിന്നാണ് കേരളമാകെ കത്തിപ്പടർന്ന ഈ സമരം ആരംഭിച്ചത്. കാട്ടിൽപ്പീടികയിൽ ഇപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധ സമരം തുടരുകയാണ്. സർക്കാർ ഇപ്പോഴും കേരളയുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിൽ തന്നെയാണ്. എന്താണ് സമരക്കാരുടെ ഇപ്പോഴുള്ള ആവശ്യം? തീർച്ചയായിട്ടും സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അത് കൊണ്ടുവരും എന്നുള്ള വാർത്ത പോകുന്നത്. പക്ഷേ സമരസമിതി ഒട്ടും പിറകിലല്ല, സർക്കാരിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ സന്ദർശിക്കുകയും നമ്മൾ 25,000 പേരുടെ ഭീമ ഹർജി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ സമരം എന്ന് പറയുമ്പോൾ 4 വർഷം പിന്നിട്ടിരിക്കുകയാണ്, 5ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വിജ്ഞാപനം തീർച്ചയായിട്ടും ഗവൺമെൻറ് പിൻവലിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഭൂമിയും വീടുകളും ഒക്കെ നമുക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ അത് വിൽക്കപ്പെടുവാനോ ലോൺ എടുക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജനങ്ങളിൽ നിന്നുള്ളത്. ശരിക്കും ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ് ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലയിലുള്ളത്. സാധാരണ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ജനങ്ങൾ ഭൂമിയൊക്കെ വിട്ടു നൽകാറുണ്ട്. ദേശീയപാതയൊക്കെ അങ്ങനെ ആളുകൾ വിട്ടു നൽകിയതാണ്. അപ്പോൾ അത് മതിയായ നഷ്ടപരിഹാരം നൽകിയാൽ നിങ്ങൾ വിട്ടു നൽകുക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തയ്യാറാണ്? നമ്മൾ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. നമുക്കതിനെ ഇത് നമ്മൾ ശരിക്കും ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ ഒരു പദ്ധതിയല്ല. ഗവൺമെൻറ്റിന് എന്തോ അത്യാവശ്യമുണ്ട്, അതിലൂടെയുള്ള വൻ തുക അവർ കമ്മീഷനായി കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വികസന പദ്ധതി അല്ലത്. ഒരിക്കലും അതിനങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ എത്രയോ രാജ്യങ്ങളുണ്ട്, എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ ഇപ്പോൾ കേരളയിൽ കൊണ്ടാണോ വികസനം വന്നിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കണം, പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും അവിടെ കേരളയിലില്ല, അതിവേഗ റെയിലുകളില്ല. ഇനി ഒരുപക്ഷെ വന്നാൽ ഇപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രം കേരളയിൽ വന്നാലേ വികസനം ഉണ്ടാവൂ എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണുള്ളത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ശക്തമായ സമരം വരും ദിവസങ്ങളിൽ തുടരും. ഇന്നേക്ക് 4 വർഷം തികയുകയാണ് ഈ സമരം ആരംഭിച്ചിട്ട്. ഇതിനിടയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ഇവരുടെ ഭൂമി വിൽക്കാനോ അതല്ലെങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്ന ബുദ്ധിമുട്ട് ഈ ജനങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് നിലവിൽ സമരം ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലും സമരം ആളിപ്പടരുമെന്നുള്ളതാണ് സമരസമിതി പറയുന്നത്.